രാവിലെ ഈ ചായ വെച്ചിരുന്നു. നല്ല വെള്ളയപ്പം ചുടാനായിട്ട് അരി അരച്ച് വച്ചിരിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മഴ തന്നെ, പെരുമഴ. അതിനായിട്ട് പാലെടുത്ത് വെച്ചു. ഈ ചായ നമ്മുടെ കേരളീയരുടെ ഒരു രാവിലത്തെ ചായ. ഒരു ചായ കുടിച്ചില്ലെങ്കിൽ അല്ലേ, നമ്മൾ ചായക്ക് മധുരം ഇടുന്നില്ല. ആർക്കും ഷുഗറൊന്നുമില്ല, എന്നാലും നമ്മൾ ചായക്ക് മധുരം ഇടുന്നില്ല. നല്ല സ്ട്രോങ് ചായ. നമ്മൾ AVT ആണ് ഉപയോഗിക്കുന്നത്. മുമ്പേ സ്ട്രോങ് ചായ റെഡി. കുട്ടൂസുമോന് പാലും സ്ട്രോങ് ചായയും. ഇനി നമുക്ക് എനിക്കും ചായ. നമുക്ക് പഞ്ചുടാം. സ്റ്റാൻഡിങ് എടുത്തില്ല, എൻ്റെ കൈ പിടിച്ചേക്കാണ് മൊബൈൽ. കറക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. സൂപ്പർ വെള്ളയപ്പവും ഈ നല്ല ഉരുളൻകിഴങ്ങ് കറിയും. ഇഷ്ടമായോ? ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. മഴയുണ്ടോ? ഇന്നലെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ മഴയും ഇടിയും, വൃശ്ചിക മാസമായിട്ട് ഇടിയും മഴയൊക്കെ തകർക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കിച്ചണിലാണ്. രാവിലെ കാപ്പി കൂടി കഴിഞ്ഞു. രാവിലെ അപ്പവും ഉരുളൻകിഴങ്ങ് കറിയും ആയിരുന്നു. കുട്ടൂസുമാൻ ഇവിടെ ഉണ്ട്. കുട്ടൂസുമാൻ അന്നൊരു ചെറിയൊരു പനിയായിരുന്നു. മരുന്ന് കൊടുത്തപ്പോൾ എന്നാലും കൊച്ചിന് ക്ഷീണമുള്ളതുകൊണ്ട് അവനങ്ങനെ തോനെ നാളാവും വല്ല ഇതൊക്കെ വന്നിട്ട്. അതുകൊണ്ട് അവനെ 2 ദിവസം സ്കൂളിൽ വിട്ടില്ല. ഇന്നിപ്പോൾ പഠിക്കാൻ പോകണ്ട, ഇന്ന് ശനി ആയതുകൊണ്ട് പഠിക്കാൻ പോകണ്ട. എല്ലാവർക്കും കാലാവസ്ഥയുടെയൊക്കെ ഒരു ഇത് വെച്ച് തൊണ്ടയിൽ കിച്ചാണ്. ഞാനും ഇന്നലെ മെനിയാന്നും അമ്പലത്തിൽ കയറി പോയില്ല. ഇനി നേരത്തെയൊക്കെ ഒന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണം. നാളെ നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ വായനയും വിളക്കും ആണ്. അപ്പം വായനക്കാർക്കും ചോറും കാപ്പിയൊക്കെ കൊടുക്കണം. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇന്നലെ നല്ല നമ്മൾ കിടക്കാൻ നേരത്ത് വരെ ഇടിയും മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാം ഓഫാക്കി ഇട്ടേക്കായിരുന്നു. ഫ്രിഡ്ജ് ഇന്ന് രാവിലെയാണ് ഇട്ടത്. പിന്നെ TV ഒന്നും ഇട്ടില്ല. കാര്യം ചെറിയ ഇടിയായാലും നമ്മൾ ഇടാറില്ല. ചെറിയൊരു കൊള്ളിയാൻ്റെ ലാഞ്ചനം വന്നാൽ അപ്പോഴേ നമ്മൾ ഓഫാക്കും. കാര്യം ഉള്ളത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നുവരെയും അങ്ങനെ ഒരു ഇതും ഇന്നുവരെയും നമുക്ക് ഒന്നും കേടായിട്ടില്ല. ദൈവത്തിൻ്റെ ഇതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് എല്ലാം നോക്കുന്നത്. ഫ്രിഡ്ജ് ഇന്ന് രാവിലെയാണ് ഇട്ടത്. കാര്യം ഫ്രിഡ്ജ് മാത്രം മുമ്പ് ഇരുന്നത്. പിന്നെ അതും 10-13 വർഷമായി. അതാണ് എൻ്റെ കംപ്രസറിന് കംപ്ലൈൻറ്റ് വന്ന് അത് കേടായി. അത് പിന്നെ ശരിയാക്കി അത് പോയി. പിന്നെ
ഇപ്പം ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് മേടിച്ചിരിക്കുന്നത്. പക്ഷേ ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെ ആകുമ്പോഴത്തേക്ക് കറണ്ട് ബില്ല് അറിയാതെ കയറി അങ്ങ് പോവും. നല്ല കറണ്ട് ബില്ലാണ് ഇപ്പോൾ വരുന്നത്. ഫ്രിഡ്ജിൽ വരുന്ന മാറ്റം അതാണ്. പിന്നെ അയ്യപ്പന്മാരുടെ ശരണം വിളിയും, ശബരിമലയിൽ ഭയങ്കര തിരക്ക്. ശബരിമലയിലൊക്കെ കണ്ടില്ലേ, നമ്മൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് പൈസയും എല്ലാം വാരിക്കോരി എല്ലാവരും ചെയ്യുന്നുണ്ട്. അതത്രയും ഒരറ്റത്തുനിന്ന് ഭഗവാനെന്നും പറഞ്ഞ് ചിലവാക്കുന്നതാണ്. അതെല്ലാം ആൾക്കാർ കൊള്ള ചെയ്ത് കൊണ്ടുപോകുന്നു. ആൾക്കാർ കഷ്ടപ്പെടുന്ന പണം കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊടുക്കും. അത് ഒരറ്റത്തുനിന്ന് ആ അമ്പലത്തിൽ ചെയ്യുന്നവർ തന്നെ കൈയിട്ട് വാരി കൊണ്ടുപോവുകയാണല്ലേ. അത് നമ്മളെ ഈ കുഞ്ഞു ക്ഷേത്രങ്ങളിലൊന്നുമല്ല. പാവങ്ങൾ എങ്ങനെയെങ്കിലും ആ അമ്പലത്തിലെ ഓരോ ദിവസം കഴിച്ചു കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പാട് അമ്പല കമ്മിറ്റിക്കാർക്കറിയാം. പക്ഷേ ഇത് വലിയ വലിയ അമ്പലങ്ങളിൽ, ചെറിയ അമ്പലങ്ങളിൽ ആരും ഒന്നും ചെയ്യൂല. മുറ്റത്ത് കിടക്കുന്ന അമ്പലങ്ങളിലും ചെയ്യൂല. ചെയ്യും. ഏറ്റവും വലിയ അമ്പലങ്ങളിൽ പോയി ചെയ്താലേ നമുക്ക് പുണ്യം കിട്ടൂ എന്നുള്ള ഒരു ഇതിൽ പോയി ചെയ്യും. പക്ഷേ അത് പോണതെങ്ങനെയാണ്? പോണത് വേറെ വഴിക്കാണ് പോകുന്നത്. അതാണ് ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം. എപ്പോഴും നമ്മളെ മുറ്റത്ത് കിടക്കുന്ന അമ്പലമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് കാര്യവും ചെയ്യാവും. അതാണ്. പിന്നെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അടുത്തു. എല്ലായിടവും ഇലക്ഷൻ്റെയൊക്കെ ഒരു ഇത് തന്നെയല്ലേ. ജയിക്കേണ്ടവർ ജയിക്കും, അത്രയേ നമുക്ക് പറയാനുള്ളൂ. ജയിക്കാൻ അർഹരായിട്ടുള്ളവർ ജയിക്കും. അല്ലാതെ നമുക്ക് രാഷ്ട്രീയവും പാർട്ടിയും അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ വ്യക്തിപരമായാലും എങ്ങനെയായാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിരിക്കും. അല്ലാതെ നമുക്ക് ഒന്നും പറയാനായിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കൊച്ചുങ്ങൾക്ക് ഒക്കെ ആശുപത്രികളിലൊന്നും കൊള്ളില്ലെന്നാണ് പറയുന്നത്. ഭയങ്കര തിരക്കും, പനി, പല ജാതി പനിയാണ്. ഒരാൾക്ക് വന്നാൽ അതെല്ലാവർക്കും വരും. അങ്ങനെയുള്ള പനി, വൈറൽ പനിയായാലും ഫംഗസ് ആയാലും പല ജാതി പല വിധത്തിലുള്ള ഒരു ഇതാണ്. പിന്നെ ഞാനൊരു അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ. അമ്മയുടെ ഒരു വിശേഷം, പാവ അമ്മയ്ക്ക് കുറച്ച് ദിവസം കൂടി ഒരു വല്ലാത്തൊരു വിഷമഘട്ടത്തിലേക്ക് പോവുകയാണ് അമ്മ. എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കുമ്പോഴേ വിഷമം തന്നെയാണ്. വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം ഞാൻ ഈ മീനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. മീൻ ഫ്രൈ റെഡിയായി. ഈ മീൻ കറി അടുപ്പിയിരുന്ന് അങ്ങനെ തിളയ്ക്കുന്നു. പിന്നെ ഇന്നലത്തെ മോരൊഴിച്ച് കൂട്ടാനുണ്ട്. പോരെ. ബീട്രൂട്ട് തോരൻ, അതിന്റെ കൂടെ 2 കൂട്ടണം. അപ്പൊ എത്രയായി?
ഉണ്ടോ ശംഖുപുഷ്പം പൂത്തിരിക്കുന്നുണ്ടോ. ഇന്നും ഉണ്ട് 4 പൂ, എന്നും ഉണ്ട്. നല്ല അടുക്ക് ശംഖുപുഷ്പമാണ് കേട്ടോ. അതിൽ ഒരു തൈ പൊട്ടിയപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറ്റി അതിലേക്കാക്കി. ഇതിലും ഒരു തൈ പൊട്ടി വരുന്നുണ്ട്. ഇതിൽ കൂടെ വലുതായിട്ട് നമുക്ക് അടുത്തയിലേക്ക് മാറ്റാം. ഇതും ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അതിലിഷ്ടം പോലെ 3-4 തൈ പൊട്ടിയിട്ടുണ്ട്. ഇതും കണ്ടോ അതുപോലെ പൊടിച്ച് ഇതായി വരുന്നുണ്ട്. ഇത് കണ്ടോ ഇതൊക്കെ പൊടിച്ച് വരുന്നുണ്ട്. കൊല വെട്ടി അവിടെ ഇപ്പോൾ ഒരാളിനെ നിർത്തി തൈ കന്ന് അവിടെയൊക്കെ കുറച്ച് വെച്ച്. ഇനി കന്നവിടെ 3-4 കിടക്കുന്നു. ഒരു ദിവസം നിന്നാലൊന്നും ജോലിക്ക് നിൽക്കില്ല. അവിടെ കുറച്ച് സ്ഥലം മാത്രമാണ്. ഞാൻ ബേക്ക് കുറേ കാടായിട്ട് കിടക്കുന്നു. പന്നി ശല്യം. ചേന നട്ടിരുന്ന മൊത്തം പന്നി നശിപ്പിച്ച് ഒരു മൂട് ചേന പോലും ഇല്ലാതെ പന്നി തിന്നുകൊണ്ട് പോയി. നമ്മളെ പെരയിടത്തിൽ പന്നി കയറാതിരുന്നതാണ്. ഞാൻ ബേക്ക് അവൻ പറഞ്ഞിട്ട് പോയേക്കാണ്. ബേക്ക് കാടങ്ങനെ ഇട്ടുന്ന പന്നി മാറില്ലെന്ന്. 750 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. ഒരു നേരം ചാപ്പാടും 750 രൂപയുമാണ് 2 മണി വരെ ജോലിക്ക് ഇരിക്കുന്നതിന്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാ. അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞ് കിച്ചൺ വീഡിയോയും പിന്നെ നമ്മുടെ ഇവിടത്തെയൊക്കെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.